പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂരയാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുടക്കി പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതവും കൃപാവര
മുന്നേറ്റവും. അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും. ഓർമ്മയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ് അയാൾക്ക് ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല. രണ്ട് തരം ഓർമ്മകൾ, ആത്മീയ ഓർമ്മകളുണ്ട്. രണ്ട് തരം ആത്മീയ ഓർമ്മകളുണ്ട്. ഒന്ന്, നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ. പക്ഷെ ഇത് ചിലപ്പോൾ രണ്ട് ഫംഗ്ഷനായി മാറും. ഇപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ്? പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അതിൽ ഈശോ എന്താ പറഞ്ഞു? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പെസഹ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ, കൃപയുടെ സ്നിഗ്ധമായ ആത്മാവോടെ നമ്മൾ ഒരു പെസഹായിലൂടെ പോവുകയാണ്. കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത സമാവർമ്മ. പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല്, ഓരോ പ്രാർത്ഥനകളെ, ഓരോ കുർബാന, ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ, എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം. അല്ല എൻ്റെ രീതിയിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തുള്ളൂ. പെസഹ രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസഹ രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും. ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഭക്തിയല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത്. അതൊരു ഉപകരണമാണ്. അതെന്താണ്? ഒരു മീൻസാണ്, നോട്ട് എൻ്റെ. അതൊരു മീൻസാണ്, അത്രേ ഉള്ളൂ. ഭക്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള സംയോഗമാണ് വിഷയം. അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ഇപ്പോൾ ഒരു അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവന് ബോധമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാരാഫ്രനാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്താൽ നല്ലതാണ്. ഏകാഗ്രതയോടെ ചെയ്യണം. ഏകാഗ്രത പോകരുത് ഒരിക്കലും. പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു. മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണല്ലേ. ദൈവത്തെ ചെയ്യാവുന്നൊരു മാക്സിമമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമുക്ക് അതിൻ്റെ നിന്ന് അഭിഷേകമായിട്ട് മാറുന്നത്. കാരണം ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ്. ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ശക്തി വരുന്നത്. ഒരു വ്യക്തിക്ക് അവൻ എംപവർ ആൻഡ് ആംഡ് ആകണം. അങ്ങനെയാണ്. അതാണ് കുർബാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻറ്റിമസിയൊക്കെ ഉണ്ട്, ഇൻറ്റിമസി. പക്ഷേ എംപവറിങ് ആണ്. വെച്ചാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ്. ക്രിസ്തുവിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ലാണ് കുർബാനയുടെ. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു, മാളെ കെട്ടിക്കണ കാര്യം പറഞ്ഞു, ചന പിടിക്കണ കാര്യം പറഞ്ഞു. നോൺസെൻസ്. അപ്പോൾ ഇനി കാര്യം എന്താ? ഇപ്പോൾ ഇത് ഒരു കാലത്ത് നോൺസെൻസ് അല്ലായിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം. ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ. അപ്പോൾ ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിൻ്റെ ആത്മാവും അന്തരംഗവും ഉണ്ടാകണം.
അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്. ഇനി നമ്മളെ കർത്താവ് ഓർക്കണത് അത് വേറെ വിഷയമാണ്. ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. അൾത്താറയിൽ അനുഷ്ഠിച്ച ദിവരഹസ്യങ്ങളെ തെരുവിൽ സാക്ഷ്യമായി ജീവിക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം, അല്ല രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഓർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്നാ, ബethനിയിലെ മറിയമല്ലേ, അവർക്ക് ആര് ഓർക്കുമ്പോൾ നമുക്ക് ഹൃദയം തറസിക്കും. പക്ഷേ ഞാൻ എന്താ പ്രശ്നം വെച്ചാൽ അവർ ഈ നാർദിൻ സുഗന്ധ തൈലം എടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശുകുശിപ്പും പിറുപിറുപ്പും തോന്നിവാസവും അവളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല, യൂദാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ല, അത് എക്കാലത്തും ഉണ്ടാവും. ദൈവത്തെ പേടിയില്ലാത്തവർ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. വലിയ പള്ളികളെ വെക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് വീട് വെക്കാൻ തന്നെ ചോദിക്കും. ചുമ്മാ അവരുടെ കള്ളനായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് എടുത്തു തരുന്നത് കൊണ്ടുമാണ് അവനങ്ങനെ ചോദിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്നുകൊണ്ട് ആൾക്കാർ ദൈവകൃപാന ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും, ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട്, ഒരു സാധാരണ പള്ളിയാണ് വെച്ചിരിക്കണം. ഞങ്ങൾ ചെറിയ ഇടവക്കാരായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് അൾത്താറയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കണം ചെയ്തത്. കാര്യം അൾത്താരയ്ക്ക് ഒരു 10-20 ലക്ഷം 15 ലക്ഷം രൂപയെങ്കിലും വേണം. ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു, എനിക്ക് അൾത്താറ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അൾത്താറ ഈശോ ഇരിക്കുന്ന സ്ഥലമാണ്. ആ കാശെടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ, ആ കാശെടുത്ത് പാവത്തൊക്കെ വീട് വെച്ച് കൊടുത്തു ഞാൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ്. അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയും ഒത്തിരി കാര്യങ്ങൾ. ദൈവം ആരാണെന്നും കുർബാനയിൽ ആരാണ് ഇരിക്കണത്, ആരാണ് ഉള്ളതെന്നൊക്കെ അറിയാവുന്നതിന് അങ്ങനെ സംസാരിക്കുന്നില്ല. അറിയില്ലാത്തതങ്ങനെ സംസാരിക്കും. അവൻ ആൾക്കാരുടെ മുമ്പ് ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 5 വീതം ആർക്കും കൊടുക്കുന്നത് വേറെ വിഷയം. അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മൾ സീസറിനുള്ളത് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല. കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത്. എന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണമെന്ന് കഴിഞ്ഞാൽ ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? ഇത് പാവത്തങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്താ നാർദിൻ സുഗന്ധ തൈലമേ 300 ദിനാരക്കുള്ള ഒഴിച്ചിരിക്കണ കാലല്ലേ. അപ്പോൾ 300 ദിനാര എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ദിനാറ. ഈ യഹൂദിന് 300 ദിവസമേ ഉള്ളൊരു വർഷം, ബാക്കിയെല്ലാം 52 ശനിയാഴ്ച പോകും. 365 ദിവസത്തിൽ 52 ശനിയാഴ്ച പോകും. പിന്നെ കൂടാര തിരുനാൾ വേറെ തിരുനാളെല്ലാം കൂടി ഈ 65 ദിവസവും പോകും. പിന്നെ 300 ദിവസമേ ഉള്ളൂ. ആ 300 ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കർത്താവിൻ്റെ പാദത്തെങ്കിൽ സുഗന്ധതൈലമായിട്ട് ഉപേക്ഷിക്കുന്നത്. ജീവൻ തിരിച്ച് കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ച് കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും. അപ്പോഴാണ് യൂദാസിനെ പോലെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ കൂടാളത്തിൻ്റെ പോലെ ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയാണ് അയാളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാം. ലക്ഷ്യം വേറെയാണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവളെ വിഷമിപ്പിക്കാതിരിക്കുമോ. അത് കേട്ടെ, വചനം കേട്ടെ, 10:26-11. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി, ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അവളെ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ? അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ട്. അതിനെന്ത് ചെയ്യാന്നറിയാവോ? അൾത്താരയ്ക്ക് വെളിയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ ഇടയിൽ ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം. അങ്ങനെയാണെങ്കിലുണ്ടല്ല കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഒരു 1-1.5 ഓർമ്മയായിരിക്കും. ചിലർ ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും, പക്ഷേ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല. അവർക്ക് ജീവിതത്തിലില്ല, കുടുംബത്തിലില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇപ്പം
അൾത്താരയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകളില്ലാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താര വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കത്തില്ല. ഇപ്പം 2 ഓർമ്മയാണ് ഉള്ളത്. ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം, അതാണ് പരിശുദ്ധ കുർബാന. മറ്റത് ദൈവം നമ്മളെ ഓർക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച വലിയ അനുഗ്രഹത്തിനെ ഓർത്ത് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ പേര് മിൻറ്റു തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. തിരുഹൃദയ കത്തോലിക്ക ദേവാലയം പെഴുമ്പാറയിലെ അംഗമാണ്. 2022 ഡിസംബർ 30 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എല്ലാ യൂത്തിനെയും പോലെ ഉടമ്പടി എടുക്കാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, ഓക്കെ അതിൻ്റെ കൂടെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 12th കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്, എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ്. ഉടമ്പടി എടുക്കുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്തോ, അപ്പം പഠിക്കുകയൊക്കെ അല്ലേ, പോകുന്ന കാര്യമൊക്കെ ശരിയാവും എന്നൊരു ഫോക്കസിലാണ് ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം, അതിലൂടെ പഠിക്കാം, നടക്കുന്ന പോലെ നടക്കട്ടെ എന്നൊരു ഫോക്കസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആദ്യം ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ഫുൾ മൊഡ്യൂളായിരുന്നു. എക്സാം എഴുതി 3 ദിവസത്തിനുള്ളിൽ തിരിച്ച് വീട്ടിൽ വരുന്ന മുമ്പ് റിസൾട്ട് വന്നു. എല്ലാവരും എക്സാം ഫെയിലായി. അപ്പം ഓക്കെ, എല്ലാവരും ഫെയിലായല്ലോ, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്തു. അതിൽ ഞങ്ങൾ 3 പേരെ അറ്റൻഡ് ചെയ്തോളൂ എക്സാം. ഞാൻ ഫുൾ മൊഡ്യൂളായിരുന്നു എടുത്തത്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും ഫുൾ മൊഡ്യൂളുണ്ടായിരുന്നു. അപ്പം എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് 1 മന്തിനുള്ള റിസൾട്ട് വന്നു. എൻ്റെ കൂടെ എഴുതിയ 2 ഫ്രണ്ട്സിൽ എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കിട്ടിയില്ല. പക്ഷേ എൻ്റെ മറ്റേ ഫ്രണ്ടിന് എക്സാം കിട്ടി. അവൾക്ക് 2 മൊഡ്യൂൾ കിട്ടിയപ്പോൾ ഓക്കെ, കാരണം എൻ്റെ അത്രയും പോലും ട്രൈ ചെയ്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മെറിറ്റിൽ ഒരുപാട് വിശ്വസിച്ചായിരുന്നു, എനിക്ക് കിട്ടും, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, പ്രാർത്ഥിക്കുന്നതിനേക്കാളും അപ്പുറം എനിക്ക് പഠിച്ചാൽ എനിക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടും എന്നൊരു. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കാരണവശാലും എൻ്റെ പഠനം കൊണ്ട് നടക്കത്തില്ല, അത് അങ്ങനെ കിട്ടുന്നൊരു സംഭവമല്ല ഇത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. കാരണം ഇത്രയും നാൾ പഠിച്ച ഒരു ഭാഷയല്ല ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്ന, എക്സാം എഴുതുന്നത് മലയാളമോ ഇംഗ്ലീഷോ പോലെയല്ല. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയായിരിക്കും ഭയങ്കര ടഫാണ്. 4 മൊഡ്യൂൾസ് ഉണ്ട്, അതിൽ ഭയങ്കര ടഫാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം അവൾക്ക് കിട്ടി, അപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നെ മാനസികമായിട്ട് ഞാൻ വളരെയധികം തളർന്നു. അപ്പം എല്ലാവരും നമ്മുടെ പള്ളിയിൽ, ഞങ്ങളുടെ ഒരു പള്ളിയിലാണ്, അപ്പം പള്ളിയിലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ അവൾക്ക് കിട്ടിയല്ലോ, നിനക്ക് കിട്ടിയില്ലല്ലോ എന്ന് വരെ നമ്മളെ ഇങ്ങനെ കുത്തി പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കിട്ടുമായിരിക്കും എന്ന്. പക്ഷേ അതിനേക്കാട്ടിലും അപ്പുറം, ഞാൻ പഠിക്കുന്നതിനേക്കാട്ടിലും അപ്പുറം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി, ബൈബിൾ വായിച്ച് ഞാൻ ആ ഒരു റൊട്ടീനിൽ പോയി. അടുത്ത എക്സാം ഡേറ്റ് എടുത്തു. ഡൽഹിയിലായിരുന്നു എക്സാം ഡേറ്റ്. ഞാൻ ഹ്യോറനും ഷ്രൈബനുമാണ് എടുത്തത്, അതായത് റൈറ്റിങ്ങും ഹിയറിങ്ങും ആയിരുന്നു എടുത്തത്. അപ്പം കുഴപ്പമില്ല, കിട്ടും എന്നൊരു സംഭവം പോയി. കിട്ടും, മാതാവുണ്ടല്ലോ കൂടെ എന്നൊരു സംഭവമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ID പ്രൂഫ് കാണിക്കണമായിരുന്നു അവിടെ. അപ്പം ID പ്രൂഫിലാണെങ്കിൽ പാസ്പോർട്ടിൽ ഞാൻ ഒപ്പിട്ടിട്ട് അടുന്ന് പോയെന്നേ. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എനിക്ക് ഹിയറിംഗ് ആയിരുന്നു. ഹിയറിംഗ് എഴുതി. അപ്പം ഇതിൽ കോഡുണ്ട്. അപ്പോൾ കോഡ് ഇങ്ങനെ പഠിച്ച സാധനമാണല്ലോ കേൾക്കുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കും മൊത്തം ഞാൻ പഠിക്കുന്ന പഠിച്ച സാധനമാണ് ഫുള്ള് ഇപ്പോൾ കാണുന്നത്. അപ്പം ഓക്കെ, എനിക്ക് കോൺഫിഡൻ്റ് ആയി, ഹിയറിംഗ് കിട്ടും, ഹിയറിംഗ് ഓക്കെയാണ്. അപ്പം ഹിയറിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും ആ റൂമിൽ തന്നെ ആയിരുന്നു ഹിയറിങ്, അടുത്ത എക്സാമും ഷ്രൈബനും അത് റൈറ്റിങ്ങും. പക്ഷേ എനിക്ക് മാത്രം വേറൊരു റൂമിലായിരുന്നു. അപ്പം ഞാൻ വേറെ റൂമിൽ പോയപ്പം എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടു, ഒന്നും മനസ്സിലായില്ല. എനിക്കറിയത്തില്ല എന്തോ എഴുതണ്ടേന്ന്. ഞാൻ പഠിച്ചതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിനും ഇതുപോലെ കോഡുണ്ട്. ഞാൻ പഠിച്ചതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് എന്നതാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു, കാട്ടിക്കൂട്ടി തിരിച്ചിറങ്ങി വന്നു. ഓക്കെ, ഒരെണ്ണമെങ്കിലും കിട്ടുമല്ലോ, ഹിയറിംഗ് എങ്കിലും കിട്ടുമല്ലോ എന്നൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഷ്രൈബന് എനിക്ക് ഒട്ടും ഫോക്കസിലായിരുന്നു, കാരണം ടഫസ്റ്റ് മൊഡ്യൂളാണ്, വൺ ഓഫ് ദ ടഫസ്റ്റ് മൊഡ്യൂളാണ് ജർമ്മനിലെ ഷ്രൈബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കിട്ടത്തില്ലെന്ന് തന്നെയായിരുന്നു. റിസൾട്ട് വന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന ഹിയറിങ് ഞാൻ ഫെയിലായി. എനിക്ക് ഒരു ഫോക്കസും ഇല്ലാണ്ട്, ഒരു മെറിറ്റും ഇല്ലാണ്ട് ഞാൻ പോയ എക്സാം ആയിരുന്നു റൈറ്റിങ്. അതെനിക്ക് നല്ല മാർക്കോടെ അമ്മ എനിക്ക് പാസ്സാക്കി തന്നു.
പിന്നെ എക്സാമൊക്കെ എഴുതി ഇങ്ങനെ പോയി. അപ്പം ഇനി പ്രോസസ്സിങ്ങിന് കൊടുക്കണമല്ലോ, ആ ഒരു ഫോക്കസിലേക്ക് വന്നു. പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായപ്പം പിന്നെ അപ്പോൾ എക്സാമൊക്കെ കിട്ടി കഴിഞ്ഞപ്പം അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇത് വരുമല്ലോ, ഓക്കെ ഇനിയും നടന്നോളും കാര്യങ്ങൾ, വലുതായിട്ട് പ്രാർത്ഥിക്കണ്ട. അപ്പം സ്വന്തമായിട്ടൊരു സെൽഫിലേക്ക് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ ഒരിടത്ത് കൊണ്ടുപോയി പ്രോസസ്സിങ്ങിന് കൊടുത്തു. കോഴിക്കോടായിരുന്നു. അത് നമ്മുടെ ഇന്ന് പൈസയൊക്കെ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, അവർ അങ്ങോട്ട് മൂവ് ആവുന്നില്ല, പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. ഒരു കാരണവശാലും ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്, പക്ഷേ പാസ്സാവുന്നില്ല. ഒരു റിവ്യൂ അവർ തരുന്നില്ല. അപ്പം എന്തായാലും പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. പോയി അന്വേഷിച്ചപ്പോൾ ഇതുപോലെ അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല, പൈസയൊന്നും റീഫണ്ട് തരാൻ പറ്റത്തില്ല. ഭയങ്കര പ്രശ്നമായി, വിഷയമായി. നൈറ്റ് പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അന്ന് കോഴിക്കോടാണ്, നമുക്കറിയാത്തൊരു നാട്, ആരുമില്ല നമ്മുടെ കൂടെ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടും അവളുടെ അമ്മയും മാത്രം. അവിടെ എന്നതാ ചെയ്യണ്ടേ? ഇനി പൈസ എല്ലാം പോയി കംപ്ലീറ്റ്ലി. നമ്മൾ ഒരു നമ്മുടെ വീട്ടുകാർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു യുഗത്തിലെ പൈസ ഫുൾ ഇതിലേക്ക് കൊണ്ട് ഇത് ആക്കി. ഇനി പൈസയൊന്നും ഇല്ല, ഇനിയും അത് തിരിച്ച് കിട്ടത്തില്ല എന്ന അവസ്ഥയായി. ഇനിയും വേറെ വഴിയില്ല, പോകാൻ പറ്റത്തില്ല, ഇനി ഒരു വഴിയില്ല. പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട അവസ്ഥയായി. PCC പോലും ഇനിയും ക്ലിയറൻസ് ആവുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. അന്ന് അമ്മ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയത് ആ ഒരു സിറ്റിയിലുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു ആരൊക്കെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ആ ഒരു പോലീസ് സ്റ്റേഷനുള്ള ആൾക്കാർ വരെ ഞങ്ങൾക്ക് അമ്മ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നൽകി. വിത്തിൻ അവർ പറഞ്ഞ ഡേറ്റ്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പൈസ ഫുൾ എമൗണ്ട് റീഫണ്ട് തന്നു. 1 രൂപ സർവീസ് ചാർജ് പോലും പിടിക്കാതെ ഫുൾ എമൗണ്ട് അമ്മ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഇനി എന്നതാ ചെയ്യേണ്ടത്, പ്രോസസ്സിങ് ഇങ്ങനെ നനയ്ക്കുകയാണ്, ഒന്നും ചെയ്യേണ്ടത് എന്തോന്ന് അറിയത്തില്ല, ഒരു രക്ഷയില്ല. അപ്പം ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു മാമിൻ്റെ അവിടുത്തെ ജർമ്മനി തന്നെ ഉള്ളൊരു ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരുടെ ഒരു സ്റ്റോറി കണ്ടിട്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തു, ഇൻ്റർവ്യൂസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെസ്സേജ് ചെയ്തു, എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തന്നു. 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയപ്പം അവരുടെ ആക്സെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ജർമ്മൻ ലാംഗ്വേജോട് ഒരു ബന്ധവുമില്ല. കാരണം അവർ കറക്റ്റ് ഒരു മദർ ടങ്ങിൽ പറയുമ്പോൾ നമുക്കൊരു കാരണവശാലും മനസ്സിലാവത്തില്ല. എനിക്ക് ഇൻ്റർവ്യൂവിന് കയറി, ഞാൻ പറഞ്ഞത് എന്തുവാണെന്നോ അവരെന്തുവാ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉറപ്പായി അത് കിട്ടത്തില്ല. അന്ന് വൈകിട്ടാണെങ്കിൽ അപ്പോൾ ഞാൻ അവിടുത്തെ മാമിനോട് മെസ്സേജ് അയച്ചു, റിവ്യൂ എല്ലാം ഉണ്ടോ. അവർക്ക് 5 പേര് അറ്റൻഡ് ചെയ്തു, 2 പേരെ മതി അവർക്ക്. അപ്പം 5 ഗേൾസ് അറ്റൻഡ് ചെയ്തു, 2 പേരെ മതി. അപ്പം ഒരാളെ സെലക്റ്റഡായി. അപ്പോൾ ഇനി ഒരാളെയും കൂടെ മതി. ഉറപ്പായി ഞാനല്ല, കാരണം എനിക്ക് അത്രയ്ക്കൊന്നും ഉള്ള കഴിവില്ല. 1, 2 ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അറ്റൻഡ് ചെയ്തു. ഇനി എന്തുവാ ചെയ്യാൻ, കാരണം വെക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പാളുകയാണ്, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ, കാരണം എനിക്ക് ആകെ ഒരു തണലെന്ന് പറയാൻ അവളേ ഉള്ളൂ. അപ്പോൾ അവളെ വീട്ടിൽ പോയിട്ട് അവളോട് പറഞ്ഞു, നീ ആരില്ല വിശ്വസിക്കുന്നതിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആരിൽ വിശ്വസിച്ചാലും അമ്മ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ട് എൻ്റെ കാര്യം ഇത്ര ലേറ്റ് ആക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനേക്കാളിലപ്പുറം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി ലേറ്റ് ആവുന്നതെല്ലാം നല്ലതിനാണ്. ഓക്കെ, അപ്പം അവളങ്ങനെ പറഞ്ഞു. ഞങ്ങൾ സൺഡേ അവിടെ നിന്നു, സാറ്റർഡേ നിന്നു, സൺഡേ അവിടെ നിന്നു. ഞാൻ മൺഡേ രാവിലെ തിരിച്ചാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പം ആരുമില്ല എൻ്റെ വീട്ടിൽ. ഞാനും പപ്പയും അമ്മയും കൂടെ ഒക്കെ ഒരിടത്തും വരെ പോയേക്കാണ്. ഞാൻ വീട്ടിൽ വന്ന് കയറി ഒരു ഉച്ച സമയമായി. അപ്പം ഉച്ച സമയമായപ്പം അവിടുത്തെ എന്തായാലും രാവിലത്തെ ടൈമിംഗ് ആണ്. എൻ്റെ ഫോണിലൊരു ടെക്സ്റ്റ് മെസ്സേജ്, കൺഗ്രാജുലേഷൻസ് മിൻറ്റു, യു ഗോട്ട് ദ സെലക്ഷൻ എന്ന് പറഞ്ഞ് മാം എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു. കാരണം എനിക്കറിയാം എനിക്കത് കിട്ടത്തില്ല, കാരണം എനിക്ക് കിട്ടാനുള്ളൊരു ചാൻസും ഇല്ല, കാരണം ഒരു കാരണവശാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. വിത്തിൻ 1 മന്ത് എന്ത് ചെയ്തു, എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ BFSൻ്റെ ഡേറ്റ് കിട്ടാനുള്ള ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു. ആദ്യത്തെ ഡേറ്റ് വന്നു, ക്യാൻസലായി. 2ാമത്തെ ഡേറ്റ് വന്നു, ക്യാൻസലായി. അങ്ങനെ പല ഇഷ്യൂ വന്നു. അമ്മയുടെ അഖണ്ഡ ജപമാലയ്ക്ക് റാലിക്ക് വന്ന് ഞങ്ങളുടെ പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡിസംബർ 8-ാം തീയതി ഡേറ്റ് കിട്ടി സബ്മിഷന് വേണ്ടി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഒക്ടോബറിൽ കയറി പോകേണ്ടതായിരുന്നു. ഒക്ടോബറിലായിരുന്നു ഞങ്ങളുടെ സംഭവം സ്റ്റാർട്ടാകുന്നത്. പക്ഷേ
എന്നതാ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. ഇങ്ങനെ VFSന് ഡേറ്റ് നിങ്ങൾക്ക് ലാഗാണല്ലോ, കുഴപ്പമില്ല, നിങ്ങൾ ഇനി എപ്പോൾ വന്നാലും ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ വേറെ കുറേ വേറെ കുറേ അതോറിറ്റീസ് പറഞ്ഞു പറ്റത്തില്ല എന്ന്. പക്ഷെ ഞങ്ങളുടെ അതോറിറ്റി പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കയറി വന്നോ, നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം. എക്സ്റ്റൻഷൻ ലെറ്റർ വരെ ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 8-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി, ഡിസംബർ 8-ാം തീയതി. 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളിവിടെ വന്നു. അപ്പോൾ എന്തായാലും ഫയൽ അമ്മേനെ കൊണ്ട് കാണിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു ഇവിടെ വന്നു. ജനപ്രവാഹം തന്നെയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളപ്പോൾ വന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാൽ പോലെ ഇവിടുന്ന് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാലേ നാളെ രാവിലെ അവിടെ ചെന്ന് സബ്മിഷൻ കഴിഞ്ഞ് വരാൻ പറ്റില്ല. കാരണം എനിക്ക് ടൈമും പറ്റത്തില്ല. അപ്പം ഇവിടെ വന്നു എന്തൊക്കെയോ പറഞ്ഞ്. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ നിന്ന് നമ്മളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും പറഞ്ഞു വേണ്ട, എന്തായാലും ഇവിടെ വരെ വന്നാണ്. അമ്മേനെ കാണിച്ച് എൻ്റെ ഫയൽ കോൺസുലേറ്റ് അല്ല ഫസ്റ്റ് സൈൻ ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ് സൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഫയൽ കൊണ്ട് എൻ്റെ അമ്മയുടെ കൊടുത്തു. എങ്ങനെയോ ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് വന്ന് തള്ളി കയറി, എങ്ങനെ അറിയത്തില്ല, അത് ഫെയർ അല്ലെന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നെ കാണണം, കൃപാസന മാതാവ് എന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൃപാസന മാതാവ് എന്നെ കണ്ടു. എൻ്റെ ഫയൽ എല്ലാം അമ്മയ്ക്ക് കൊടുത്തു ഞാൻ. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങി. ഞങ്ങൾ പോയി സബ്മിറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ 4 എക്സാമിനും പോകുന്നതിന് മുമ്പ് ഞാൻ വലിയൊരു അബദ്ധം കാണിച്ചതിന് ഉപ്പ് കൊണ്ടുപോയി ഈ പാസ്പോർട്ടിൻ്റെ ഇടയ്ക്ക് ഇടുമായിരുന്നു. അപ്പം ഈ ഉപ്പല്ലേ, അപ്പം വെള്ളമാവുമായിരുന്നു. അപ്പം സ്റ്റെയിനായി എൻ്റെ പാസ്പോർട്ടിൽ. അപ്പം ഈ സ്റ്റെയിന് റിജക്ഷൻ ആകുമോ എന്നൊരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മളല്ലോ സൈൻ ഇടുന്നതോ വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നതെന്നും അവർക്കറിയത്തില്ല, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസന മാതാവിൻ്റെ ഉപ്പാണ് അതിൽ വീണത്, വേറെ ഒന്നുമല്ല വീണത്. അപ്പോൾ അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മയുടെ ഉപ്പ അത് വീണതെങ്കിൽ നിൻ്റെ വിസ നിനക്ക് 10 ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞു. അതുകൂടാതെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ ഡിസംബർ 30 ആകുമ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 വർഷമാവും. എനിക്ക് എന്തെങ്കിലും എനിക്ക് വന്ന് പറയണം, എനിക്കിങ്ങനെ കിട്ടി, എനിക്ക് 10 പേരോട് പറയണം എൻ്റെ അമ്മ എനിക്കിത് തന്നു. ഞാൻ കൃപാസനത്തിൽ വരുന്ന മുമ്പ് ഒരുപാട് പേര് എന്നെ കളിയാക്കിയായിരുന്നു. ഓക്കെ, ഒരുപാട് ഞങ്ങളുടെ പള്ളിയിലുള്ളവരും പറയാം, അല്ലാണ്ട് സമൂഹത്തിലുള്ളവരും പറയാം, ഓക്കെ നിനക്ക് എന്ത് കിട്ടി, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി, നിങ്ങൾ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഫാമിലിയാണല്ലോ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ആ ഫോക്കസിന് വിട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പപ്പയും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നേക്കാൾ നന്നായിട്ട്. എന്നിട്ട് ഞാൻ 8-ാം തീയതി സബ്മിറ്റ് ചെയ്തു. 17-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ വിസ അത് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞു. 18-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു. 20-ാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. 17-ാം തീയതി, അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ 9-ാമത്തെ ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് അവിടുന്ന് അയച്ചു. എൻ്റെ കൂടെ എൻ്റെ മുമ്പിൽ കൊടുത്തിരുന്ന കൊച്ചിന് 25 ദിവസം എടുത്തു. അപ്പോൾ അവൾക്കാണെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം എൻ്റെ കൂടെ പോകുന്ന കൊച്ചാണ്. അപ്പോൾ എന്തായാലും എനിക്ക് അവളോട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല, ഞാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു. കാരണം അവൾക്ക് നേരത്തെ വിസ വരും, 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ വിസ വരും. അവൾക്ക് 25 ദിവസം എടുത്തു. അതായത് എനിക്ക് വിസ വരുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് അവൾക്ക് വന്നു. അപ്പോൾ മാം പറഞ്ഞു, എന്തായാലും വെയിറ്റ് ചെയ്യും, മിഞ്ചുനും കൂടെ വിസ വരട്ടെ, നമുക്ക് നോക്കാം, മിഞ്ചുനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. വിസ ഞാൻ തുറന്ന് നോക്കി. എൻ്റെ അമ്മ എനിക്ക് 8-9 പേജിൽ എൻ്റെ സ്റ്റെയിൻ ആയത് 3-ാമത്തെ പേജിലാണ്. എൻ്റെ വിസ അടിച്ചു തന്നത് എനിക്ക് 8-9 പേജിൽ ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ അമ്മ എനിക്ക് വിസ അടിച്ചു തന്നു. ഞാൻ അന്ന് തന്നെ എനിക്ക് വിസ ഞാൻ ഓപ്പൺ ആക്കി നോക്കി. അന്ന് 20-ാം തീയതി തന്നെ ഞാനിവിടെ വന്നു. അപ്പം ലേറ്റ് ആയാലും സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് വന്ന് ഞാൻ പറഞ്ഞത്. അതുകൂടാണ്ട് ഞാൻ ഈ എക്സാമൊക്കെ ക്ലിയർ ചെയ്ത് അപ്പം എന്തായാലും ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞ പിള്ളേരാണ്, പഠിപ്പിക്കാൻ കയറും. ഞാൻ പഠിപ്പിക്കാൻ കയറി. അങ്ങനെ പത്തനംതിട്ട തന്നെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കാൻ കയറി. കുഴപ്പമില്ലാണ്ട് സാലറിയോടെ പഠിപ്പിച്ചൊക്കെ പോകുന്ന സമയത്തൊരു 5-6 മാസത്തോളം ഞാൻ പഠിപ്പിച്ചു. അവസാനം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ആയി. സൗണ്ട് പോയി, ടോൺസിസ് ആയിട്ട് സൗണ്ട് കംപ്ലീറ്റ്ലി പോയി.
എന്നിട്ട് എനിക്കതുപോലെ തന്നെ ബ്ലഡിൽ അലർജി വന്നിട്ട് കാണിക്കാത്ത ഹോസ്പിറ്റലിലുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, ഒരുപാട് ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു. അവർ കുറേ മെഡിസിൻസ് തരും, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതുമില്ല. അമ്മയുടെ ഉപ്പ് ഞാൻ എന്നും മിക്കവാറും റെഗുലർലി വെള്ളത്തിലിട്ട് ആവി പിടിക്കുമായിരുന്നു, അതുപോലെ തന്നെ ഗാർഗിൾ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ തേന്, തൈലം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. എനിക്കിപ്പം ടോൺസിസ്, തൊണ്ടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടതായിട്ട് തോന്നില്ല. കാരണം എനിക്ക് ഇപ്പോൾ അൾട്രാ സൗണ്ടാണെന്നാണ് വീട്ടിൽ പറയുന്നത്. കാരണം സൗണ്ട് ഇല്ലാത്ത എനിക്ക് അൾട്രാ സൗണ്ട് കിട്ടി, അതുപോലെ അത് മാക്സിമം സൗണ്ട് എനിക്കിപ്പോൾ കിട്ടി. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു മാക്സിമം ആൾക്കാർക്ക്, ഞങ്ങളുടെ അവിടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഹോസ്പിറ്റലുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിടത്ത് ഇങ്ങനെ പൊതി ഇങ്ങനെ ഒരു കുറച്ച് നാൾ മുമ്പ് കൊടുത്ത സമയത്ത് ഹോസ്പിറ്റലാണ്. അപ്പം ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ട അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊക്കെ അമ്മ നമുക്ക് തരുന്ന ഒരു സങ്കടം അനുഭവിച്ച് കഴിഞ്ഞാൽ അമ്മ എന്തായാലും നമുക്കൊരു സന്തോഷം തരുമല്ലോ. അപ്പം ആ ഒരു ഫോക്കസിൽ ഞാൻ കണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എലോസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ഈ ഫുഡ് ഇതുപോലെ തന്നെ കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഒരുപാട് പിള്ളേരെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന എൻ്റെ സാലറിയിൽ നിന്ന് അങ്ങനെ വലിയ സാലറി ഇല്ലെങ്കിൽ പോലും സാലറിയിൽ നിന്ന് പിള്ളേർ തരുന്ന ക്യാഷ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അവിടെ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുമായിരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആണെങ്കിൽ ഞായറാഴ്ച മാത്രം ഞായറാഴ്ച പങ്കെടുക്കുന്നത് തന്നെ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഡെയിലി എനിക്ക് കുർബാന കൂടിയില്ല, എന്തോ ഒരു സംതിങ് ലോസ്, ആ ഒരു ഫീലാണ്. ഞാനിപ്പം കുമ്പസാരിക്കുന്ന കാര്യമാണെങ്കിലും കുർബാന കൊള്ളുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ഇപ്പോഴും ദേഷ്യം അങ്ങനെ എനിക്കാണെങ്കിൽ ഇപ്പം കാമായിട്ട് ഒരാൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതിനേക്കാട്ടിലപ്പുറം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഇതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട്, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം ഞാൻ ഫോക്കസ് ഓൺ അമ്മ എനിക്ക് തരും, ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരും. ഞാൻ പോകുന്നിടത്താണെങ്കിലും എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. പുറപ്പാട് പുസ്തകത്തിലെ 34 അധ്യായം 10 വചനമാണിത്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിനകത്ത് ഇസ്രായേൽ ജനത പാപം ചെയ്തിട്ടും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ഇത് ദൈവത്തിൻ്റെ ക്ഷമയും വിശ്വസ്തതയുമാണ്. അവരുമായുള്ള ഉടമ്പടി പുതുക്കിയത് ദൈവം വാഗ്ദാനങ്ങളിൽ സ്ഥിരതനായതുകൊണ്ടാണ്. ദൈവം തൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സാക്ഷ്യമായി തീരും. മിൻറ്റു തോമസ് എന്ന മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ക്ഷമയും വിശ്വസ്തതയുമാണ്. ദൈവ വാഗ്ദാനത്തിലെ സ്ഥിരതനാണ്. ഈ മകളുടെ ജീവിതത്തിൽ പല പ്രാവശ്യവും നമ്മൾ കണ്ടു. പല എക്സാമുകൾ എഴുതി. ആദ്യം ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് ചെയ്ത് 2 തവണ എഴുതിയപ്പോഴും ഫെയിലായിരുന്നു. എല്ലാവരും പാസ്സായി. പിന്നീട് 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ പാസ്സായി. പിന്നെ മോൾക്ക് പ്രതീക്ഷിക്കാത്ത ടഫായിട്ടുള്ളൊരു മൊഡ്യൂൾ കിട്ടി. പിന്നെ കോൺഫിഡൻസായി. പിന്നെ അവിടെയും ക്യാഷ് ലോസായി. വീണ്ടും പിന്നീട് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടെ. ആ നഷ്ടപ്പെട്ട ക്യാഷെല്ലാം ഈശോയും അമ്മയും ആരും അറിയാത്ത ഒരു സ്ഥലത്ത് ആരിൽ കൂടിയോ എങ്ങനെയോ ആ ക്യാഷ് അവർക്ക് തിരിച്ചു കിട്ടി, ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ. പിന്നെ ഈ മകളുടെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇൻ്റർവ്യൂവിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. വിസ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മയുടെ അനുഗ്രഹത്തിനായി. പാസ്പോർട്ടിൽ
ഈ മകൾ പറഞ്ഞത് ഉപ്പിൻ്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മ ഈ മകളെ സംരക്ഷിച്ചു. മമ്മി പറഞ്ഞതുപോലെ കൃപാസന മാതാവിൻ്റെ ഉപ്പാണ് അതെന്നാണ്. ഓരോ പ്രാവശ്യം ഈ മകൾ വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഈശോയും അമ്മയും ഈ മകളുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയായിരുന്നു. ആദ്യമായി പല തകർച്ചകളും പല ഫെയിലിയർ ഉണ്ടായിട്ടും പിന്നീട് ഈ മകൾ നല്ലൊരു വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്കാണ് ഈ മകൾ കടന്നു വന്നത്. ഈശോയും അമ്മയും കൂടെ നിന്ന് കരം പിടിച്ച് മുന്നോട്ട് നയിച്ചപ്പോൾ ജപമാല റാലിക്ക് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. പിന്നെ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി അമ്മയുടെ സന്നിധി ഇവിടെ തുറന്ന് തന്നു. അന്നും ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമുക്ക് കാണാവുന്ന ഈ മകളുടെ വിശ്വാസ ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഒരു നല്ലൊരു മകളായിട്ടാണ് വിശ്വാസത്തിൽ ഈ മകൾ വളർന്നത്. കുർബാനയും കുമ്പസാരവും ഒഴിച്ചുകൂടാത്ത ഒരു ആത്മീയതയുടെ പാതയിലേക്കാണ് ഈ മകൾ നടന്നു വന്നത്. ഇതെല്ലാം സാധിക്കുന്നത് ഉടമ്പടിയിൽ കൂടെയാണ്. നമ്മൾക്ക് മെറിറ്റ് ഒന്നും ഇല്ലാതായിരിക്കുമ്പോഴും നമ്മളുടെ മെറിറ്റായിട്ട് ഈശോയും അമ്മയും നമ്മുടെ കരം പിടിച്ച് പലപ്പോഴും നമ്മൾ വീണു പോകുമെങ്കിലും നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെ. പലപ്പോഴും നമ്മൾ അനുസരിക്കാതെ ദൈവത്തോട് അനുസരണം പുലർത്തുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്കും ശക്തിക്കും വിശ്വസ്തതയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളിലുള്ള വിശ്വസ്തത പോലെ വിശ്വാസം പോലെ നമ്മളും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നയിച്ച് നമുക്കൊന്ന് ഈശോയുടെ കരം പിടിച്ച് അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മകൾക്കും മിൻറ്റു തോമസ് എന്ന മകൾക്കും കുടുംബത്തിനും ഈശോയും അമ്മയും കനിഞ്ഞ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെന്നും സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം, ഈശോ ആരാധന, ഈശോ മഹത്വം. ഞാൻ ശ്രീകല, കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി എന്ന താലൂക്കിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് കലൈ സെൽവൻ. ഞാൻ 18/8/2024 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാനിവിടെ നിന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ വന്നത് അതേ ആലയത്തിൽ തന്നെ പരിശുദ്ധ അമ്മയും യേശുവും കൂടെ എൻ്റെ ആ ഭർത്താവിന് പൂർണ്ണ ആരോഗ്യവും കൊടുത്ത് വിദേശത്തൊരു ജോലി അനുഗ്രഹിച്ച് തന്നതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്. അതെൻ്റെ ഹസ്ബൻഡ് പറയും. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടക യാത്ര കഴിഞ്ഞ് വീട്ടിലും ചെല്ലുന്നത് മുന്നേ ഞാൻ നിയോഗമായിട്ട് പറഞ്ഞത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. എൻ്റെ ജോലി ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നത് മുന്നേ എനിക്കൊരു ഓഫർ എൻ്റെ ഫോണിൽ അഡ്വൈസ്മെൻറ്റ് കിട്ടിയായിരുന്നു. അന്നേരം ഞാൻ CV ഉടനെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ CV അയച്ചു കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടിയായിരുന്നു. അവർ പറഞ്ഞത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വരം, എൻ്റെ സൗണ്ട് വല്ലാതെ വെറും കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, സ്വരം കിട്ടത്തില്ല. അപ്പോൾ പിന്നീട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ദൈവമ്മ മാതാവിനിടം. ഞാൻ ഉപ്പും പിന്നെ തേനും തൈലമെല്ലാം തൊട്ടക്കിയിട്ട് കഴുത്തിലായിട്ട് പുരട്ടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ലാതെ ഇൻ്റർവ്യൂവിൽ പാസ്സാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂക്ക് പോയായിരുന്നു. അന്നത്തെ ദിവസം പോയ അന്ന് ഇൻ്റർവ്യൂ ഇല്ല. പിന്നെ അന്ന് തന്നെ അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഇൻ്റർവ്യൂ. അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നത് മുന്നേ എൻ്റെ കഴുത്തിൽ ഞാൻ പിന്നെ തൈലമും ഇട്ട് നാക്കിലത് ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ട് ചെന്ന് അകത്തോട്ട് പോയപ്പോൾ എന്നെ അറിയാതെ നല്ല രീതിക്ക് ഞാൻ സംസാരിക്കുകയും ചെയ്ത് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ MD തന്നെ നേരിട്ട് അവർ തന്നെ സെലക്ഷൻ ആക്കിയിട്ട് അന്നേരമേ പറഞ്ഞ് യു ആർ സെലക്റ്റഡ്, യുവർ വിസ
1 മന്തിൽ റെഡിയാവും അന്നേരം പോകേണ്ടി വരുമെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 25-ാം തീയതിയാണ് ഞാൻ വിദേശത്തിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വിസ ടിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകും. അമ്മാമാതാവിനും തിരുക്കുമാരനായി യേശുക്കും നന്ദി. ഞാൻ ജപമാല റാലിയിൽ പ്രാർത്ഥിച്ച് ഞാനും ചേട്ടനും മോളും കൂടെ പോയി. എൻ്റെ ചേട്ടനൊരു ജോലി വിദേശത്ത് വേണമെന്ന് പറഞ്ഞു. റാലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് തന്നെ ഒരു ഫോണിലൊരു മെസ്സേജ് വരികയും ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തത്. ചേട്ടൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ 2-3 പേര് പോവുകയും ചേട്ടന് സൗണ്ട് ക്ലിയർ അല്ലാഞ്ഞിട്ട് പോലും ചേട്ടനെ അവരെടുക്കുകയും മറ്റുള്ളവർ റിജക്റ്റ് ആവുകയും ചെയ്തു. എല്ലാം തന്നത് പരിശുദ്ധ അമ്മയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധ അമ്മ യേശു വഴിയാണ്. ഞങ്ങൾ 3 പേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു. മോളും ഉടമ്പടിയിൽ ജീവിക്കുന്നു. മോളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ പ്രേക്ഷിത വേലകൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞങ്ങൾ 3 പേരും കൊടുക്കും. 3 പേരും ഓരോരോ സ്ഥലങ്ങളിൽ പോയി പത്രങ്ങൾ കൊടുക്കുകയും ഞങ്ങളുടെ അനുഭവങ്ങൾ കണ്ട് ഞങ്ങളുടെ പരിസരത്തുള്ളവരും ബന്ധുക്കാരും എല്ലാ ആളുകളും എന്ന് വെച്ചാൽ മരിച്ചു പോയെടുത്തുനിന്ന് യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതേപോലെ ഉയർത്തെഴുന്നേറ്റാണ് എൻ്റെ ഭർത്താവ്. അമ്മയും യേശുവും കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. ആ ഞങ്ങളുടെ ജീവിതം കണ്ട് ഞങ്ങളുടെ അനുഭവം കണ്ട് എല്ലാ ആളുകളും വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും അവർ ഉടമ്പടി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് ആരെല്ലാം ഉണ്ടോ ആരോട് പറയാൻ പറ്റുമോ അവരോടെല്ലാം ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും അവർക്കൊരു ദുഃഖമെന്ന് കണ്ടാൽ ഇവിടെ വരാൻ പറയുകയും ചെയ്യും. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറയും. പിന്നെ ഏതൊരു കാര്യത്തിന് പോയാലും ഉപ്പും തേനും എണ്ണയും ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 പേരും പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു വിഷമസ്ഥിതികളിലും രാവിലെ ഉണർന്ന് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കുമ്പം വൈകുന്നേരകം അമ്മ അതിനുള്ള ഒരാശ്വാസം നമുക്ക് തന്നിരിക്കും. അത് ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിതകാലം മൊത്തം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധയായി ജീവിക്കാനും ആത്മീയ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്ത് പ്രേക്ഷിത വേലയും ചെയ്ത് നല്ലവരായി ജീവിക്കാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. ഭൗതികമായ ഒരു ആഗ്രഹങ്ങളും ഞങ്ങളില്ല. ജോലി ചെയ്യാനൊരാവത് ഈശോയും അമ്മയും തന്നാൽ മാത്രം മതിയെന്നേ ഉള്ളൂ. പിന്നെ രോഗികളെ കാണാൻ പോവുകയും രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞ് ഈശോയുടെ അമ്മയുടെയും കൂടെ തന്നെ ഞങ്ങളെ നടത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവെ നന്ദി. അതുപോലെ തന്നെ ഡിസംബർ 25-ന് ക്രിസ്മസിൻ്റെ അന്ന് യേശുവും മാതാവും കൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ജോലി. അന്ന് 25-ാം തീയതിയാണ് ചേട്ടൻ വിദേശത്ത് പോകുന്നത്. ഈ 25 എന്നുള്ള ഡേറ്റ് കണ്ടപ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞു പരിശുദ്ധ അമ്മ വഴി നമുക്ക് യേശു തന്ന ഡേറ്റാണ് ക്രിസ്മസ് 25. യേശുവിന് അതിനൊരു കോടാനുകോടി നന്ദി അമ്മയ്ക്കും യേശുവിനും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയെ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30:2. സങ്കീർത്തനത്തിൽ കേട്ടത് എൻ്റെ ദൈവമേ എന്നാണ്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളൊരു ദൈവമാണ്. അവിടുന്നാണ് നമ്മുടെ പൂർണ്ണ ആശ്രയം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ദൈവം കേൾക്കാതിരുന്നിട്ടില്ല. ഈ മകൾ ശ്രീകല ആർ നമ്മളോട് പങ്കുവച്ച സാക്ഷ്യത്തിലാണ് ഇവരുടെ വിശ്വാസപൂർണമായ ഉടമ്പടി ജീവിതത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം പറഞ്ഞ രോഗസൗഖ്യം, ആഴത്തിലുള്ള വേദനയിലും നിസ്സഹായാവസ്ഥയിലുമുള്ള ആ വിളി ഇവരുടെ ഹൃദയത്തിൻ്റെ നിലവിളിയാണ് ഈശോയും അമ്മയും അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകിയത്. വേദനയിലായിരുന്നപ്പോൾ, ഈ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ നിലവിളിക്കുന്നവരെ ഒരിക്കലും ദൈവം അവഗണിക്കാറില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മളിവരുടെ ജീവിതത്തിലും കണ്ടത്. ഈ മക്കളൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി നമ്മൾ കണ്ടു. പ്രേക്ഷിത പ്രവർത്തനം 3 പേരാണ് ഈ കുടുംബത്തിൽ. 3 പേരും ഉടമ്പടി എടുത്തു. ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഹസ്ബൻഡിന് പോകുവാൻ സാധിക്കില്ല, ഉടമ്പടി എടുക്കാൻ വൈഫാണ് എടുത്തത്. പിന്നെ ഹസ്ബൻഡിന് രോഗസൗഖ്യം വന്നപ്പോൾ ഉടനെ പോയി ഉടമ്പടി എടുത്തു. മകൾക്ക് 18 വയസ്സായപ്പോഴേ മകളും പോയി ഉടമ്പടി എടുത്തു. 3 പേരുടെ ആസ്തിയിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം 3 പേരും ഏറ്റവും മനോഹരമായിട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഇവരുടെ ദൈവാനുഭവം പറഞ്ഞുകൊണ്ടാണ് ഇവർ പത്രം കൊടുത്തിരുന്നത്. വീട് തോറും കയറി ഇറങ്ങി
പത്രം കൊടുക്കുമായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈശോയും അമ്മയും ഇവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? തീർച്ചയായും അങ്ങനെയാണ്. ഈ മകന് സൗണ്ടിൻ്റെ ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായി പോലും അവർക്ക് ഒരു നല്ലൊരു ജോലിയാണ് ഈശോയും അമ്മയും ഇവർക്ക് കൊടുത്തത്. അതും ക്രിസ്മസിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട്. ഈശോ ജനിച്ച ദിവസമാണ് ഈ മകന് ജോലിക്ക് പോകുന്ന ദിവസം. അതവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഈശോയും അമ്മയും കണിഞ്ഞു കൊടുത്ത ഒരു ഗിഫ്റ്റുമാണെന്ന്. ഇവർക്ക് കിട്ടിയ ഓരോ കാര്യവും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് കാണാം. റാലി കഴിഞ്ഞ്, അതായത് അഖണ്ഡ ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെയാണ് ഇൻ്റർവ്യൂവിനുള്ള ഫോൺ കോൾ വരുന്നത്. ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ വളരെ വളരെ അടുത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ സാക്ഷ്യത്തിൽ നിന്ന്. ഈശോയും അമ്മയെ അടുത്തറിഞ്ഞ നാൾ മുതൽ, ഉടമ്പടി എടുത്ത നാൾ മുതൽ ചേർന്നുള്ള ഒരു ജീവിതമാണ്, ഈശോയും അമ്മയോട് ചേർന്നുള്ളൊരു ജീവിതമാണ് ഇവരുടേത്. ഈശോയും അമ്മയും കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ്, കുടുംബമാണ് ഇവരുടേത്. നമുക്കും ഇവരെ പോലെ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് നമുക്കും എൻ്റെ ദൈവമായ എന്ന് പൂർണ്ണ വിശ്വസ്തയോടെ നമുക്ക് വിളിക്കാം. നിലവിളിച്ച് അപേക്ഷിക്കുന്ന പ്രാർത്ഥന ഈശോ അവഗണിക്കാറില്ല. നമുക്കും വിശ്വാസത്തോടെ നിലവിളിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ തീർച്ചയായും നമ്മളുടെ പ്രാർത്ഥനയും കേൾക്കുമെന്ന് വിശ്വസിക്കാം. ഈശോയും അമ്മയും ശ്രീകലയ്ക്കും കുടുംബത്തിനും കനിഞ്ഞൊരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നാലാമതൊരു സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ ഇപ്പോഴത്തെ സാക്ഷി ഞാൻ പറയുന്നത്, ഞാനൊരു തൈറോയ്ഡ് രോഗിയായിരുന്നു. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 1 വർഷത്തോളം. പക്ഷേ ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയെ മാത്രം സ്വീകരിച്ച് അമ്മയും തിരുകുമാരനോട് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭക്തയല്ലേ അമ്മേ, ഇനി ഞാൻ ഗുളികയൊന്നും കഴിക്കില്ല, ഇന്ന് തുടങ്ങി ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് 1 മാസത്തോളം, 1 മാസത്തിലധികമായി ഞാൻ മരുന്ന് കഴിക്കാതെ. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നെ പൂർണ്ണമായിട്ടും മാതാവും തിരുകുമാരനും എന്നെ സൗഖ്യപ്പെടുത്തി. ഇന്ന് എനിക്ക് ആ രോഗമില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഈ കൈവിരലുകൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യപ്പെട്ടതാണ്. കൈ കുഴിനകം കുത്തി ആകെ വികൃതമായിരുന്നു. അതിൽ നിന്ന് സ്മെല്ല് വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ വന്ന അമ്മയോട് നമ്മുടെ പുറത്തിരിക്കുന്ന മാതാവിൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു. അമ്മേ, ഈ വിരലുകൾ ഞാൻ അമ്മയുടെ കയ്യിലോട്ട് തരുകയാണ്. അമ്മ തന്നെ എനിക്കിത് സൗഖ്യപ്പെടുത്തി തരണം. ഒരു മരുന്ന് എഴുതിയിട്ടും ഇത് മാറുന്നില്ല. അന്ന് ചെന്നപ്പോൾ തുടങ്ങി ഞാൻ തൈലം രാത്രിയിൽ പുരട്ടിക്കൊണ്ട് കിടക്കും. പിന്നെ വേദന ഇല്ലാതായി ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കൈ ഇതെങ്ങനെ മാറി. മാതാവേ, നല്ല വിരലായി മാതാവ് എനിക്കത് തിരുകുമാരനിൽ നിന്ന് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് എനിക്ക് ഉദരരോഗം, പിന്നെ എൻ്റെ മകന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അതും അമ്മ മാറ്റി തന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. പിന്നെ എനിക്കൊരു 20 ലീവ് എനിക്കുണ്ട്. പക്ഷേ ആ 20 ലീവും ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തത്. ഒത്തിരി പേരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും അവരെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. എൻ്റെ കയ്യിലുള്ള പോലെ കൊടുത്ത് സഹായിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരും. ഒരു ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോടും തിരുകുമാരനോടും പറഞ്ഞു, അമ്മേ, എന്നെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും നീ എനിക്ക് അയച്ചു തരണം. എനിക്ക് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട്, കട നടത്തി ഒത്തിരി ബുദ്ധിമുട്ട് വന്ന് എല്ലാം പൊളിഞ്ഞു പോയി. ഇനി മകന് ജോലിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും നീ എനിക്ക് അയച്ചു തന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. മകന് വിദേശ ജോലിക്ക് പോകണം. കുറേ പൈസയുടെ ആവശ്യമുണ്ട്. ഒരു 4.5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇതെവിടെ നിന്ന് കിട്ടും? എന്നാൽ മാത്രമല്ലേ ഞങ്ങളുടെ കടം മാറുള്ളൂ. സ്വന്തമായി ഭവനവുമില്ല. മാതാവേ, എൻ്റെ മകൻ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അമ്മയോട് പ്രത്യക്ഷീകരണ സമയത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും എനിക്ക് അയച്ചു താ അമ്മയെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ അന്ന് ഞാൻ 6 പേരെയും കൊണ്ടാണ് വരുന്നത് പുതിയതായിട്ട്. നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 10-45 വയസ്സുണ്ട്, എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു,
നിങ്ങൾ കൃപാസനത്തിലേക്ക് പോകണയാണോ? ഞാൻ പറഞ്ഞു അതെ. എന്നെയും കൂടെ കൊണ്ടുപോകുമോ? വാ, ഞങ്ങളുടെ കൂടെ വാ. കൊണ്ടുവന്നു. എൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയി. പിന്നെ കണ്ടില്ല. അതിനുശേഷം ഞങ്ങളിവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അപ്പുറത്തേക്ക് കടന്നു നിന്നു ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് വീണ്ടും തോന്നാണ് അമ്മയെ ഒന്നുകൂടി വന്ന് എനിക്ക് കാണണം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോണെങ്കിൽ പൊക്കോ, എനിക്ക് അമ്മയെ ഒന്നുകൂടി കാണണം, പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ വീണ്ടും ഇവിടെ അൾത്താരയുടെ അടുത്ത് വന്നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന പെൺകുട്ടി എന്നെ കാണാതെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സിന്ധു ചേച്ചീനെ കാണിച്ചു തരണം മാതാവേ. എനിക്ക് അമ്മയുടെ അടുത്ത് വരണമെങ്കിൽ എനിക്ക് ആ ചേച്ചീനെ കാണിച്ചു തന്നേ പറ്റൂ. ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് നിന്നത് ആ പെൺകുട്ടിയുടെ ബാക്കിലായിരുന്നു. അവൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ എന്നെ കണ്ടു. കണ്ണീരൊഴുകിക്കൊണ്ട് നിൽക്കുന്നു. അയ്യോ, സിന്ധുവിനെയാണ് ഞാൻ ഇത്രയും നേരം ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന്. മാതാവേ, എനിക്ക് അങ്ങനെ ഞങ്ങൾ 2 പേരെയും അന്ന് മാതാവ് കൈ തന്ന് സഹായിച്ചതാണ്. എൻ്റെ മകന് അതിന് ശേഷം വിദേശത്തേക്ക് പോകാനായിട്ടൊരു ഇൻ്റർവ്യൂ ടെസ്റ്റ് വന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരി കണ്ട കൂട്ടുകാരി 6 പവൻ സ്വർണം തന്ന് എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നികത്താൻ വേണ്ടി അവൾ എന്നെ സഹായിച്ചു. എന്നോട് പറഞ്ഞു, മകൻ പോയി രക്ഷപ്പെട്ടിട്ട് ഇത് സാധനം തിരിച്ചു തന്നാൽ മതി, ഇതിനെക്കുറിച്ച് ഒട്ടും വ്യാകുലപ്പെടണ്ട, ഇത് ഞാൻ അമ്മയ്ക്കാണ് തന്നേക്കണത്, പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനുമായിട്ടാണ് ഞാൻ തന്നേക്കണത്. ടീച്ചറെ എനിക്ക് കാണിച്ചു തന്നത് അമ്മയും തിരുകുമാരനുമാണ്. ആ മകൻ രക്ഷപ്പെടണം, അതിനാൽ ഞാനിത് ഈ 6 പവൻ സ്വർണം ഞാൻ തരുന്നു, കയ്യിലുള്ളപ്പോൾ എനിക്ക് തന്നാൽ മതി. അങ്ങനെ എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു. അമ്മയും തിരുകുമാരനും ഇടപെട്ട് അമ്മയുടെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ വിദേശ ജോലിക്ക് പോയി. ഞങ്ങൾക്കിപ്പോൾ വളരെയധികം സന്തോഷമാണ്. ഭവനത്തിൽ നല്ല സമാധാനമുണ്ട്. അങ്ങനെ അമ്മയുടെ രൂപത്തിൽ വന്ന് ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ വന്നു. സ്വർഗത്തിൽ നിന്ന് ആളെ അയച്ച് തന്ന് അമ്മയും തിരുകുമാരനും എന്നെ സഹായിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി, ഒത്തിരി നന്ദി. എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ അടുത്ത ഒരു 4 വയസ്സ് തുടങ്ങി ഒരു 13 വയസ്സ് വരെയുള്ള കുട്ടികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് അവിടത്തേക്ക് ഭക്ഷണ സാധനങ്ങൾ, അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള പോലെ ആരെ കണ്ടാലും ഞാൻ അവർ അർഹതയാണെന്ന് തോന്നുമ്പോൾ അവർക്ക് ഞാൻ കൊണ്ടുപോയി സഹായിക്കും. പിന്നെ 6 കെട്ട് പത്രം ഞാൻ എല്ലാ മാസവും വന്ന് ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ അറിയാത്തവരുടെ കൈകളിൽ എനിക്കിത് കൊടുക്കാൻ സാധിക്കണേ. അമ്മയും തിരുകുമാരനെ അറിയാത്തവർക്ക് എനിക്ക് അവരെ അറിയിക്കണം. എൻ്റെ ഈശോയെ എനിക്ക് ഈ പ്രേക്ഷിത പ്രവൃത്തിയിലൂടെ എനിക്ക് കർത്താവിലേക്ക് കൂടുതൽ അടുക്കണം. എനിക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ അങ്ങനെ 6 കെട്ട് ഗവൺമെൻറ് ആശുപത്രികളിലും റോഡ് സൈഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഒത്തിരി അവഹേളനങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ അവരുണ്ടായ കാര്യം, ഒരു കഴുത്തിൽ ജപമാലയൊക്കെ ഇട്ടൊരു ചേട്ടനാണ്. ഞാൻ ഈ പത്രം കൊടുത്തപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയാണ്, ഞാൻ പത്രം വാങ്ങിക്കാം, പക്ഷേ 500 രൂപ എനിക്ക് തരണം എന്ന്. അങ്ങനെയൊക്കെ ആ ടൗണിൽ ഒത്തിരി പരിഹാസങ്ങൾ കേട്ടു. എല്ലാം ആ പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഈശോയെ, അങ്ങനെയൊക്കെ നല്ലത് മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കുന്നതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അമ്മയോട് പറയും, അമ്മ എല്ലാവർക്കും അമ്മ സ്വപ്നത്തിൽ വന്ന് കാണുന്നുണ്ടല്ലോ, എനിക്ക് എന്താ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ അമ്മ കാണാൻ വരാത്തെ? പക്ഷേ എന്നൊക്കെ ഞാൻ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നതോ അന്നൊക്കെ ജോസഫച്ചനാണ് എൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നത്. 3 പ്രാവശ്യം ഞാൻ ജോസഫച്ചനെ കണ്ടു. ഒരു ദിവസം ജോസഫച്ചൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഞാൻ ഓടി വന്ന് തൊട്ട് ഞാൻ പറയാണ്, എൻ്റെ ആകുലതകൾ എന്തൊക്കെയോ ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛനൊന്നും മിണ്ടാതെ എന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. അതുപോലെ തന്നെ പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു. അതേ സ്വപ്നത്തിൽ കണ്ട പോലെ എനിക്ക് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്കാൻ സാധിച്ചു. അങ്ങനെ പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി എനിക്ക് ഉണ്ടായ അനുഭവം, ഇവിടെ വന്ന് സുഗന്ധാഭിഷേകങ്ങളൊക്കെ എനിക്ക് 3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ഇവിടെ തന്നെയുള്ള സ്മെല്ലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. മുല്ലപ്പൂവിൻ്റെയും പിന്നെ ഈ ഒത്തിരി നല്ല സുഗന്ധത്തിൻ്റെ അഭിഷേകം എനിക്ക്
3 പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വിചാരം ഇവിടെ തന്നെയുള്ള ഈ സ്മെല്ലാണെന്നാണ് എനിക്ക് വിചാരിച്ചത്. അങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈലിൽ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈശോ, ഞാനിവിടെ കാണിച്ചതാണ്, ഈശോ മൊബൈലിൽ തെളിഞ്ഞു വന്ന് ഒരു സൈഡ്, ഒരു പുരികവും കണ്ണും മാത്രം, ഈ സൈഡിൽ തിരി കത്തി നിൽക്കുന്നു, ഒരു സൈഡ് മാത്രം ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയും എൻ്റെ മരണം വരെ എനിക്ക് എൻ്റെ ഈശോ അമ്മയും മാത്രമുള്ളൂ. 3 കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 2018 ഉണ്ടായതാണ്. 2018 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് മാറുന്നു. ഈ സാക്ഷി ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ വന്ന് നിന്നപ്പോൾ മാതാവ് ചുണ്ട് വിതുമ്പി നിൽക്കുന്ന മാതാവിനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ, ഇവിടെ മാതാവും എന്നെപ്പോലെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മാതാവാണല്ലോ. അങ്ങനെ ഞാൻ കണ്ടു. പിന്നെ ഈശോനെ കണ്ടു. എല്ലാത്തിനും നന്ദി പറയുന്നു. ഇനി എൻ്റെ മരണം വരെയും എൻ്റെ ഈശോ അമ്മയും മാത്രമാണ് എൻ്റെ കൂടെ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 147:3. തകർന്ന മനസ്സിനും ഭാരം നിറഞ്ഞ ഹൃദയത്തിനും ദൈവം ആശ്വാസവും സമാധാനവും നൽകുന്നു. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ലവനായ ഒരു ദൈവമുണ്ട്, ഒരമ്മയുണ്ട്. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാനും നിരാലംബരുടെ മുറിവുകൾ വെച്ച് കെട്ടാനും നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ആശ്വാസത്തിനായി നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സിന്ധു ദിലീപ് എന്ന മകൾ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടിയപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ തൻ്റെ കാര്യങ്ങളെല്ലാം ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറഞ്ഞത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ 2 രോഗസൗഖ്യങ്ങളാണ്. 1 വർഷം നീണ്ടു നിന്ന തൈറോയിഡ് എന്ന അസുഖം, മരുന്ന് 1 വർഷം കഴിച്ചു. പിന്നീടാണ് 1 മാസത്തേക്ക് മരുന്നില്ലാതെ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. തൈറോയിഡ് എന്ന അസുഖം പൂർണ്ണമായി മാറുകയും കയ്യിലുണ്ടായിരുന്ന കുഴിനകം ആ മകൾ പറഞ്ഞതുപോലെ വളരെ പരിതാപകരമായിരുന്നു. വേദന ഭയങ്കരം. മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോരോ കെട്ടിവെച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാതിരിക്കാനായിട്ട്. അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഈ ഉടമ്പടിയിൽ ഈ 2 കാര്യങ്ങൾ വെച്ചിരുന്നത്. കുഴിനഖത്തിൻ്റെ കാര്യവും തൈറോയിഡിൻ്റെ കാര്യവും. അതും പരിശുദ്ധ അമ്മയും ഈശോയും സൗഖ്യപ്പെടുത്തി കൊടുത്തു. പിന്നീടാണ് മകന് ജോലിക്ക് പോകുന്ന കാര്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ജോലി കിട്ടിയത്. ഇനി പുറത്തേക്ക് പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമയത്ത് പിന്നീട് വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഈ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. എവിടെ നിന്നോ വന്ന ഒരു മകൾ, ഉടമ്പടി എടുത്ത ഒരു മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. പോകുന്ന വഴിക്ക് അന്നേ ദിവസം ആദ്യമായി കണ്ട ഒരു വ്യക്തി 6 പവൻ്റെ ഒരു മാല ഈ മകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ പോട്ടെ, അവൻ രക്ഷപ്പെടട്ടെ. ഇതാണ് ഒരമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നിലവിളിച്ചപ്പോൾ ഈശോയും അമ്മയും ചേർന്ന് ഈ മകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വേറൊരു വ്യക്തിയിലൂടെ നടത്തി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാശ്വാസത്തിനായിട്ടാണ് നമ്മളെപ്പോഴും കൃപാസനത്തിൽ വന്നെത്തുന്നത്. അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിത തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോവുകയാണ്. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോഴാണ് നമ്മുടെ തടസ്സങ്ങൾ മാറുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആഴത്തിൽ അനുഭവിക്കുവാൻ ഉടമ്പടി മക്കൾക്ക് സാധിക്കും. വേഗതയുടെ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. ഈ മകൾക്ക്
ദൈവം കണിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മാതാവിൻ്റെ ഈശോയുടെ സാന്നിധ്യം ഈ മകൾക്ക് ലഭിച്ചതിനും രോഗസൗഖ്യത്തിനും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.